അവർ ബിനോയ് വിശ്വം നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ പരിപാടി ഞാൻ കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ പിന്നിൽ നിന്നും CPM-ൻ്റെ ചില സൈബർ ഗുണ്ടകൾ വീഡിയോ എടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിക്കുകയുണ്ടായി. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അവരോട് നേരിട്ട് ചോദിച്ചു. അവർ തമാശയ്ക്ക് എടുത്തതാണെന്നാണ് ആദ്യം പറഞ്ഞത്. വൈകുന്നേരത്തോടു കൂടി ഇത് ഫേസ്ബുക്കിൽ CPM-ൻ്റെ ഒരു ഗുണ്ട, സൈബർ ഗുണ്ട എന്ന് പറയും, ഇവിടുത്തെ മിക്കവാറും എല്ലാ കേസിലും അദ്ദേഹം പ്രതിയാണ്, അർഷാദ് ജമാലുദ്ദീൻ. അദ്ദേഹം ഇത് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി മോശമായത്. അപ്പോൾ അത് ഞാൻ ഫോണിലൂടെ വിളിച്ച് ചോദിച്ചപ്പോൾ, നീ ജംഗ്ഷനിലോട്ട് വന്നാൽ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊലവിളിയും ഭീഷണിയും നടത്തി. CPM-ൻ്റെ വേറൊരു ഗുണ്ടാ നേതാവ് റഷീദ് അലി കഴിഞ്ഞ പണിമുടക്ക് സമയത്തൊക്കെ ഇവിടെ ഔഷധിയിൽ കയറി ഒരു വനിതാ ജീവനക്കാരിയെ ആക്രമിക്കാൻ ശ്രമിച്ച ഒരു CPM-ൻ്റെ ഗുണ്ടാ നേതാക്കളാണ് ഇവരൊക്കെ, ഈ അർഷാദും റഷീദ് അലിയും. റഷീദ് അലി ആദ്യം ഇറങ്ങി ഹെൽമറ്റ്, ആ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഹെൽമറ്റ് അവൻ്റെ തലയിൽ നിന്ന് ഊരിയിട്ട് എൻ്റെ തലയിലേക്ക് ആഞ്ഞടിക്കുകയാണെന്നുണ്ട്. ഇതിന് പിന്നീടാണ് ഈ അർഷാദ് സ്ഥലത്തെത്തുകയും എന്നെ ചെവിക്കല്ല് ചേർത്ത് അടിക്കുകയും ചെവിയുടെ പുറകിൽ അടിച്ച് മുറിവേൽപ്പിക്കുകയും അംജിത്ത് എൻ്റെ അടിനാവിക്ക് തൊഴിക്കുകയും ചെയ്തു. അംജിത്ത് എന്നിട്ട് തൊട്ടടുത്തുള്ള CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ പോയി ഒരു പലക കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് വെല്ലുവിളിക്കുകയും ചെയ്തു. ഇത് നീ ഇവിടെ നിന്നും പോയില്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറി ഇന്ന് വധിക്കും എന്നൊരു ഭീഷണിയാണ് CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറി നടത്തിയത്. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായിട്ട് മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഈ വികസന മുന്നേറ്റ ജാഥ റിപ്പോർട്ട് ചെയ്യുവാൻ ആ വേദിയിൽ അവിടെ എത്തിയത്. അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ തന്നെയാണ്. ഇവർ നേരിട്ട് കാണുമ്പോൾ ചിരിച്ച് കാണിക്കുകയും ഈ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അത് തമാശയ്ക്കാണെന്ന് പറഞ്ഞത് ഒഴിവാക്കുകയും ചെയ്തതാണ്. ഇതിന് ശേഷമാണ് ഈ CPM-ൻ്റെ ഗുണ്ട അർഷാദ് ജമാലുദ്ദീൻ, ഇവിടുത്തെ ഒരു ക്രിമിനലാണ് പുള്ളിക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല. CPM-ൻ്റെ നേതാവാണെന്ന് പറഞ്ഞ് സഞ്ചിയും നോക്കി നടക്കുക രാവിലെ. ഇതാണ് ഇവിടുത്തെ CPM നേതാക്കളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഓടി വന്ന് എൻ്റെ ചെവുക്കലിലടിച്ച് ഇദ്ദേഹം തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇവർ 3 പേരും കൂടെ സംഘം ചേർന്ന് ആക്രമിച്ചിട്ട് ഞാനൊരു ഏതോ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി വാർത്തകൾ ചെയ്യുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇതൊക്കെ എന്നെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത്. കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അനുകൂലവും പ്രതികൂലമായ എല്ലാ വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. CPM-നെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായിട്ട് വരുന്ന വാർത്തകൾ മാത്രമാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അവർക്ക് പ്രതികൂലമായി അവർ തെറ്റ് ചെയ്തെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചെങ്കിൽ പോലും അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും ഇവർ വ്യക്തിവൈരാഗ്യം വെച്ച് പുലർത്തി ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നൊരു സമ്പ്രദായമാണ് ഇവിടെയുള്ളത്. എനിക്ക് തോന്നുന്നു ഗണേഷ് കുമാറിനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി CPM നടത്തുന്ന ഒരു ഗൂഢതന്ത്രം കൂടെയാണ് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ട് എതിരാളികളെയും മാധ്യമപ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തി അടിച്ചമർത്താമെന്നുള്ള CPM-ൻ്റെ കുതന്ത്രമായ ഒരു നിലപാടാണ്. ഇന്നത്തെ ജാഥയിൽ നിന്ന് പോലും അത് മനസ്സിലായി. ഒരുപാട് പേര് ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥ, ബിനോയ് വിശ്വം അവിടെ എത്തിയപ്പോൾ തന്നെ, അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ CPM-കാരെല്ലാം അവിടെ നിന്ന് പിൻവാങ്ങിപ്പോയി. അപ്പോൾ എന്താണ് അവിടെ ആ ജാഥയ്ക്കല്ല അവിടെ പ്രസക്തി, CPM-ൻ്റെ ശക്തി തെളിയിക്കുമെന്ന് മാത്രമായിരുന്നു അവർ ഇത് ഉദ്ദേശിച്ചത്. അപ്പം ഇതൊക്കെ നമ്മൾ തമാശ രൂപമാണ് നമ്മൾ ചോദിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബിനോയ് വിശ്വം അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സ് ശൂന്യമായിരുന്നു. വിരലിലെണ്ണാവുന്ന 100 പേരിൽ താഴെ മാത്രമേ ആ വേദി ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രചരിപ്പിക്കുമോ അല്ലെങ്കിൽ വാർത്ത നൽകുമോ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് എനിക്കെതിരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്. ഇത് ചോദ്യം ചെയ്തതാണ് അവരെ പ്രകോപിപ്പിച്ചതും മാരകമായിട്ട് തന്നെ ആക്രമിക്കാൻ ഇടയാക്കിയ സാഹചര്യം.